മച്ച് ദീപകേട്ടന് ബിനോയ്ക്കും വലിയൊരു നന്ദിയായി തന്നെ. പിന്നെ എല്ലാവർക്കും നന്ദി. ഫോർട്ടിനായാലും ചേട്ടനായാലും എല്ലാവർക്കും നന്ദി. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. പാട്ടുകാരനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതിന്റെ ഇടയിൽ എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ഇടയിൽ വെച്ചു, നിനക്ക് ഈ പാട്ടുകാരനാണ് അതോ ആക്ടർ ആവണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആക്ടറെ പോലെ പാട്ട് പാടി അഭിനയിച്ച് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. 2 ചെയ്തോളാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. കൂടാതെ ഈ പടം ഹിറ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ പടം ഇറങ്ങി ഒരു ഇരട്ടി പൈസ കിട്ടിയാൽ മതി. ഈ പടത്തിന്റെ ഇറങ്ങി കയ്യിൽ നിന്ന് പോയ പൈസയും ഒരു ഇരട്ടിയും കൂടി കിട്ടിയാൽ മതി, അല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കുതിപ്പിച്ചാണെന്നറിയില്ല, അടുത്ത പടത്തിൽ നിനക്ക് റോളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പടം വിജയിക്കാൻ വേണ്ടി, എന്നാലേ എനിക്കൊരു പടം കിട്ടുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ് ടീമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ എൻ്റെ കൂടെ പാടി സോണിക്ക് സംസാരിക്കാൻ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ 7ാമത്തെ സിനിമയാണ് ഞാൻ പാടുന്നത്. താങ്ക് യു സോ മച്ച് രൂപേഷ് ചേട്ടാ. ഈ സിനിമയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഡബ് ചെയ്യാനാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അത് കുറച്ച് മുൻപ്. പിന്നെ ഇപ്പം ലാസ്റ്റ് വീക്കാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട്ടുണ്ട്, പാടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം ഭാസ്കരവർണ്ണത്തിന്റെ ടീമിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഗോഡ്വിന്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു മെലഡിയാണ് അർജുൻ ചേട്ടന്റെ കൂടെ പാടിയത്. കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്യണം എന്ന് തീരുമാനിച്ച സമയത്ത് ഉമ്മേനെ വെച്ചിട്ട് പരീക്ഷിക്കാൻ വെച്ചു. അങ്ങനെ ഉമ്മ ചെയ്ത പരീക്ഷണമാണ്, ഞങ്ങൾ ചെയ്ത പരീക്ഷണമാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വിഷ്വൽസ്. ഉമ്മ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വലിയ പരിചയമൊന്നുമില്ല. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും. പ്രൊഡ്യൂസർമാരുടെ മുഖത്തുള്ള ഈ ചിരി അത് കഴിഞ്ഞും കൂടുതൽ തെളിമയോടുകൂടെ ആ ചിരി തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം അത് സൂക്ഷിച്ചാണ് ജനിക്കുന്നത്. അടുത്തൊരു പെൺപുലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദുന്ദു ഒരിഞ്ചി നമ്മുടെ സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ആർട്ട് ഡയറക്ടർ പറയാൻ പാടില്ല. അപ്പൊ ദുന്ദുവിന്റെ ആദ്യത്തെ സിനിമയല്ല, ഉമ്മയുടെ ആദ്യത്തെ സിനിമയാണ് ഭാസ്കരവർണ്ണം. ദുന്ദുവിന്റെ എന്താ പറയാ ആദ്യത്തെ പടം ലില്ലി എന്ന് പറഞ്ഞ സിനിമയാണ്. അത് സോറി ഉമ്മ ഒരു ചെറിയൊരു ഫീച്ചർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹിന്ദി ഫിലിമായിരുന്നു, അക്രോസ് ദി ഓഷൻ. അതായിരുന്നു ദുന്ദു ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത സിനിമ. 2ാമത്തെ ചെയ്ത സിനിമയാണ് ലില്ലി. പിന്നെ അതിനുശേഷം ഓപ്പറേഷൻ ജാവ, പത്മ, അങ്ങനെ നിരവധി സിനിമ. അപ്പോൾ ഞാൻ ഈ സിനിമ നമ്മുടെ ബഡ്ജറ്റ് ഉള്ള ചെറിയ സിനിമയായതുകൊണ്ട് ആരെ നമ്മൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ പഠിക്കും ആർട്ട് ഡയറക്ടറായിട്ട്. അപ്പോൾ ദുന്ദിനെ വിളിച്ചാൽ മതിയില്ലേ, നമ്മൾ നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുമോ, അതൊക്കെ നമുക്ക് നിർത്തിക്കാം. നമ്മൾ എൻ്റെ പടം അക്രോസ് ദി ഓഷൻ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുന്ദു വന്നത്. ദുന്ദു വന്നതിന് ഈ ദുന്ദിനാണ് നേരത്തെ എനിക്കറിയുന്നു. ഞാൻ മെക്സിക്കൻ ഭാഗത്തിലെ സെറ്റ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ദുന്ദിനെ കാണുന്നത്. അന്ന് ദുന്ദു ചീഫ് എന്താ പറയുക അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പൊ അന്നും ഇതേപോലത്തെ ഉമ്മേനടുത്ത് ചോദിച്ചു കുറെ ആയി ഇൻഡിപെൻഡന്റ് ആയിക്കൂടെ. അപ്പോഴും ഈ പറയുന്ന പോലെ എൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന പടത്തേക്ക് അവസരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം എന്താ പറയാ കറക്റ്റ് അവസരം വന്നപ്പോൾ ഞാൻ എന്താ പറയാ ശ്രീമതി വിളിച്ചു. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടത് വെച്ചിട്ട് ആർട്ട് ഭയങ്കരമാണ് പണിയെടുക്കും, ഭയങ്കര ആർട്ട് വർക്ക് എല്ലാം ചെയ്യും. പക്ഷെ അത് കാണുന്ന സിനിമയിൽ കാണുമ്പോൾ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പോകും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം. എനിക്ക് വളരെ പുതുമയുള്ള ദിവസമാണ്. ഞാൻ കുറേ മീഡിയാസിനെ ഫേസ് ചെയ്തു. ഇപ്പോൾ ഈ ഓഡിയോ ലോഞ്ചും എല്ലാം എനിക്കൊരു പുതിയ അനുഭവമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ അതിനെല്ലാം എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ ചേട്ടൻ രൂപേഷ് ചേട്ടന് ഒരുപാട് നന്ദി. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തട്ടിമുട്ടിയിലാണ്. റോസം എന്ന കഥാപാത്രമാണ്. അത് തന്ന എന്താ പറയുക എൻ്റെ ഗുരുസ്ഥാനീയനായ ഗോപാലമോഹൻ സാറിനെ ഓർക്കണം. അതിനുശേഷം ഞാൻ മേനക ചൂസ് ചെയ്തു, മഴവിൽ മനോരമയുടെ. പിന്നെ ആലപ്പുഴ ജിംഖാന, ധീരൻ, ദേവദാസ് ഷാജി സാറിൻ്റെ ധീരൻ ചെയ്തു. അതിനു മുന്നേ ഞാൻ എന്താ പറയുക
ഭാസ്കരനും ചെയ്തിരുന്നു. പക്ഷെ ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. സിനിമ എന്നത് ഇപ്പം ഈ നിമിഷം വരെ സിനിമ എന്നത് ഭയങ്കര നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സഹായം വന്ന വഴികളും എന്താ പറയുക, അതൊക്കെ ഞങ്ങൾക്ക് ആ ഒരു നൈറ്റ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. രൂപേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ തോന്നിയതിന് കുറെ കാലം രൂപേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂട്യൂബ് പ്രൊഡക്റ്റിലാണ് ഞാൻ രൂപേഷിന്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറെ എഴുത്തും പരിപാടികളൊക്കെ രൂപേഷിനെ സഹായിച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. മേ ബി ആ ഒരു സ്നേഹം കൊണ്ടും പിന്നെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ മനസ്സിലായത് കൊണ്ടുമായിരിക്കും വേലായുധൻ എന്ന് പറയുന്നത്. കാരണം ഞാനത് അത്ര എടുത്തു പറയാൻ കാരണം ഒരുപാട് ലേയേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് വേലായുധൻ എന്ന് പറയുന്നത്. ഈ അച്ഛന്റെയും മകന്റെയും ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുഖ്യ കാരണം ഒരു പക്ഷേ ഈ വേലായുധനായിരിക്കും. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ അത്രയും രസമുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് രൂപേഷിനോട് ഒരുപാട് നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എസ്പെഷ്യലി ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. ഞങ്ങളുടെ ഈ ഒരു ചടങ്ങിലേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് എസ്പെഷ്യലി വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ആൻഡ് മീഡിയ ടീംസ് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയെ ഇത്രത്തോളം എത്തിച്ച ആദ്യം തന്നെ അറുമുഖം സാറിന്റെ ആ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാസ്കരനും കരണവും ഒക്കെ തുടങ്ങുമായിരുന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോ സാറിന്റെ ആ യെസ്സിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ നന്ദി എന്ന് പറയുന്നത് വാക്കുകൊണ്ടല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രൂപേഷയുടെ കൂടി സീമിന്റെ കറികളുടെ എല്ലാവരും. അതുപോലെ ഇതിന്റെ നമ്മൾ ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വന്ന് അവസാനം ഇപ്പോ പേര് പോലെ തന്നെ ഗുഡ് ഫെലാസ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ദീപകനും ബിനോയ്ക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു. കാരണം അത് പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകുന്നത് തോന്നിയത് കൊണ്ടാണ്.